എന്റെ മോളെ അവിടെ കൊണ്ട് നിർത്തിയപ്പോ അവൻ മനസ്സിൽ ചിരിച്ചു കാണുമല്ലേ? അവളോട് അങ്ങനെയൊക്കെ നല്ല നീരസായിരുന്നു, അതവൾക്ക് മനസ്സിലായിട്ടുമുണ്ട്. പക്ഷേ അവർക്കൊക്കെ ഇതൊരു കോമഡിയാണല്ലോ. അവൾ ആ ലക്ഷ്മി എന്ത് ജന്മാണെന്നാ എനിക്ക് മനസ്സിലാവാത്ത. ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം മാരകമായ വിഷാണ് ഉള്ളിൽ ചെന്നത്. എന്നിട്ടും കുഞ്ഞിനൊന്നും സംഭവിച്ചിട്ടില്ല. അവൾ മനുഷ്യജന്മമാണോന്ന് എനിക്കും സംശയമുണ്ട് മോനെ. പക്ഷേ അവൾ അവന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം നമ്മൾ പ്ലാൻ ചെയ്ത് ഒന്നും നടക്കാത്തത്. കരുണയുടെ ഇപ്പോഴത്തെ സന്തോഷം കാണുമ്പോ, അവൾ എന്നെ കളിയാക്കുമ്പോ സത്യം പറഞ്ഞ ദേഷ്യത്തേക്കാൾ കൂടുതൽ ഭയമാണ് തോന്നുന്നത്. വിഷുക്കണി കണ്ടിട്ട് സന്തോഷത്തോടെ ഇരിക്കുന്ന അവളെ തേടി വരാൻ പോകുന്നത് അവൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ്. അവിടെ ഇനി എന്തൊക്കെ സംഭവിക്കുന്നറിയില്ല. മഹാലക്ഷ്മിയും കണ്ണനും തെറ്റിപ്പിരിഞ്ഞതുകൊണ്ട് മാത്രമാണ് അവൾ തിരികെ വീട്ടിലെത്തിയത്. നാളത്തോടെ എല്ലാ സന്തോഷങ്ങളും അടക്കം. ശേഷം എന്ത് സംഭവിക്കുന്ന ഒരു പരിധിവരെ എനിക്കറിയാം. ജോലി പോയി, ഇനി ദാമ്പത്യം കൂടി ഇല്ലാതായാൽ തകർക്കും ഞാൻ. അവളെയല്ല, അയാളെ. എനിക്കിപ്പോ അവളെക്കാൾ ദേഷ്യം അയാളോടാ, ആ കണ്ണനോട്. അവന്റെ അഭിനയം നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം. എടാ, അവനിനി നടന്നു തുടങ്ങി കാണൂടാ. എടാ ഉണ്ണി, വന്ന വഴി ഇനി ചിന്തിക്കേണ്ട കാര്യമില്ല. അങ്ങനെ അവൻ നടന്നു തുടങ്ങിയെങ്കിൽ ഞാൻ അവന്റെ കാല് തല്ലി ഓടിക്കും. എടാ മോനെ, അങ്ങനെ കാല് തല്ലി ഓടിക്കാൻ പോയപ്പോഴായിരിക്കുമല്ലോ എൻ്റെ മേഘനെ മാർക്കോയുടെ സഹായത്തോടെ അവൻ കിടത്തിക്കളഞ്ഞത്. ഒന്നും അറിയില്ല അമ്മാവ. എന്തായാലും കൂടുതൽ നാടകം കളിക്കുന്നതിന് മുമ്പ് സത്യം മനസ്സിലാക്കാൻ പറ്റിയല്ലോ. പക്ഷേ മഹാലക്ഷ്മി എന്ന ഭാര്യയ്ക്കൊപ്പം അവനൊരു കുഞ്ഞും കൂടി ഉണ്ടായാൽ പിന്നൊന്നും നമ്മൾ ചിന്തിക്കുന്ന പോലെ വരില്ലടാ ഉണ്ണി. ആ കുഞ്ഞിനെ ആരുടേതാണെന്ന് അറിയേണ്ടത്. അങ്ങനെയാണെങ്കിൽ തന്നെ കണ്ണനും അനന്തും അവന്റെ ഭാര്യയും ഒക്കെ തന്നെ അറിഞ്ഞുകൊണ്ടുള്ളൊരു തിരക്കഥയാണെന്നേ ഇതിനെ പറയാൻ പറ്റൂ. എന്തായാലും മനസമാധാനം പോയല്ലോടാ മോനെ. ആ ഹലോ, ഞാൻ മഹി അവിടെ ഒരിക്കൽ വിഷുക്കണി കണ്ടോണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ തവണ അവിടെ ഒരുക്കിയതുപോലെ തന്നെയാ ഇവിടെ ഒരുക്കിയത്. ഇവിടെയും ഗംഭീര വിഷുക്കണി ഒരുക്കിയിരിക്കുന്നു കേട്ടോ. എന്നെ സന്തോഷിപ്പിക്കാൻ ഇപ്പോ കരുണ രണ്ടാനമ്മയും കൂടെ മത്സര. അങ്ങനെയെങ്കിലും അവര് കണ്ണേട്ടനെ ഒന്ന് സ്നേഹിക്കട്ടെ. ഇന്ന് സ്വത്തെല്ലാം എഴുതി അവരുടെയൊക്കെ പേരിലാക്കിയാലേ നാളെ വെറും കൈയോടെ എനിക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. സമ്പത്തിനല്ലാതെ മനുഷ്യനെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാർ നമുക്ക് ചുറ്റിനുള്ളപ്പോഴേ നമുക്ക് ബന്ധുക്കളുണ്ടെന്ന് പറയാൻ പറ്റൂ. അത് ശരിയാ. ആ അല്ല, നാളെ വിഷുസദ്യക്ക് കണ്ണേട്ടൻ കാണില്ലേ? ആ, ഇവിടുന്ന് എങ്ങനെ മുങ്ങുന്നു പറഞ്ഞിരിക്കാൻ ഞാൻ. പിന്നെ കഴിഞ്ഞ ദിവസം രാത്രി ലേറ്റായി വന്നപ്പോഴേ എൻ്റെ കൂട്ടുകാരൻ്റെ പെങ്ങളുടെ കല്യാണമാണെന്നൊക്കെയാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നാളെ വൈകി വരത്തോളൂ എന്ന് പറയാം.
എന്റെ ഭാര്യയ്ക്കും അനന്തൂനും ലേയ്ക്കും ഒപ്പം ഇരുന്ന് വിഷുസദ്യ കഴിക്കുന്നതിന്റെ രുചി ഇവിടുന്ന് കഴിച്ച കിട്ടില്ല. അതുകൊണ്ട് അവിടുന്ന് നന്നായി സദ്യ കഴിച്ചിട്ട് ഇവിടെ വന്ന ശേഷം എല്ലാവർക്കും ഒപ്പം ഇരുന്ന് കഴിച്ചെന്ന് വരുത്താം. അടുത്ത വിഷുവിന് മുമ്പ് ഈ കള്ളക്കളിയൊക്കെ നമുക്ക് പൊളിക്കണ്ടേ കണ്ണേട്ടാ? ഏയ്, അതുവരെ ഒന്നും പോകില്ലെന്നേ. ഇപ്പോ അമ്മയെ കാണാത്ത തന്നെ വലിയ വിഷമോ? ആ, അങ്ങനെയുള്ളപ്പോ അമ്മയും കുഞ്ഞിനെ ഒരുമിച്ച് കാണാതിരുന്നാലോ? അതെനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. എന്തോ ചെയ്യാ? ഇതെനിക്ക് വട്ടല്ലേ? ഇതേത് അപ്പോ നല്ലൊരു വിഷു ആശംസകൾ അഡ്വാൻസ് ആയിട്ട് തന്നെ ആശംസിക്കുന്നു. തിരിച്ചു. ആ, നാളെ രാവിലെ എന്നെ വിളിക്കണം. ഇവിടെ കരുണയും ഉണ്ണിയുടെ അമ്മയൊക്കെ ഒരുക്കിയ വിഷുക്കണി കാണാൻ എനിക്ക് വലിയ തൃപ്തിയൊന്നുമില്ല. എന്റെ വിഷുക്കണി എന്റെ ഭാര്യയുടെ മുഖം തന്നെയാ. ഞാൻ നാളെ പുലർച്ചെ വിളിക്കാം. ആയിക്കോട്ടെ. ഗുഡ് നൈറ്റ് കണ്ണേട്ടാ. ഗുഡ് നൈറ്റ്. ഡിറ്റക്റ്റീവ് കമലേശ്വരത്തെ കുറ്റാന്വേഷണ വിദഗ്ധൻ ഉണ്ണി കമലേശ്വരം. ഡിറ്റക്റ്റീവ് ഉണ്ണി കമലേശ്വരം. നിങ്ങൾക്കറിയോ ഈ ഉണ്ണി കമലേശ്വരം എന്ന് പറയുന്ന ഡിറ്റക്റ്റീവിനെ? ഇയാളിനെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്നാ കണ്ടോ, ഇവിടെയൊക്കെ തന്നെ ഉണ്ട് ആള്. നിർത്തിക്കോ നിന്റെ കളിയാക്കല്. എന്റെ അച്ഛനും മുത്തശ്ശിയൊക്കെ പറയുന്നത് ശരിയാ. മണ്ടനായ ഒരാൾ പറയുന്നത് ഈ ജന്മത്ത് ശരിയാവാൻ പോകുന്നില്ല. തെങ്ങിന് മണ്ടരി ബാധിച്ചാൽ അതിന് ചികിത്സയുണ്ട്, മനുഷ്യൻ അതില്ല. പിന്നെ ആ തോമസ് വൈദ്യനെ പോലുള്ള ആരെങ്കിലും വിചാരിച്ചാ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമായിരിക്കും. അയാള് വാങ്ങിച്ചെന്ന ഡ്രസ്സൊക്കെ കൊണ്ടുപോയി അച്ഛനും മുത്തശ്ശിക്കൊക്കെ കൊടുത്തിട്ട് അവർക്ക് വലിയ സന്തോഷമായോ? പിന്നെ അതൊക്കെ വാങ്ങിച്ചിട്ട് അവർക്ക് വേദനിക്കോ അതോ പൊട്ടിക്കരയോ? മരുമോൻ കഥയില്ലാത്ത ഒരുത്തനാണെന്ന് അവരൊക്കെ ഉറപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ അവർക്കിനി എന്തെങ്കിലും കൊണ്ടുപോയി കൊടുക്കുന്നുള്ള പ്രതീക്ഷയൊന്നും അവർക്കില്ല. ഇപ്പൊ തന്നെ ഉണ്ണിക്കണ്ണനെ കൊണ്ടുവന്നത് കണ്ണേട്ടനാ. അയാളെ വീൽ ചെയറിലാണെങ്കിലും നിനക്കിപ്പോ അയാളോട് ആരാധന ഉണ്ടല്ലേ? അതെ, ആരാധനയുണ്ട്. ലക്ഷ്മിയെ സ്നേഹിക്കാത്ത, എനിക്ക് വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ തരുന്ന തന്റെ ഏട്ടനെ എനിക്കിഷ്ടാ. എന്താ അതിലെന്തെങ്കിലും തെറ്റുണ്ടോ? ഇനി കണ്ണേട്ടനെ എന്നെയും ചേർത്ത് കഥകൾ ഉണ്ടാക്കാനുള്ള പുറപ്പാടാണോ? വീൽ ചെയറിലിരിക്കുന്ന നിങ്ങളുടെ ഏട്ടനെ പോലും നിങ്ങൾ വെറുതെ വിടാറില്ലല്ലോ. എനിക്കൊരു മനം പുരട്ടലുണ്ടായപ്പോ താൻ
ഞാൻ പറഞ്ഞതൊക്കെ എന്റെ മനസ്സിലുണ്ട്. കരുണേ, നീ ഇപ്പൊ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. കണ്ണേട്ടനെ എന്നെക്കാൾ കൂടുതൽ വിശ്വസിക്കുന്നുണ്ട്. അതിനൊക്കെ തിരിച്ചടി ഏൽക്കുന്നത് നിനക്ക് ചിലപ്പോ സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അമിതമായ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒന്നും വേണ്ടാന്ന്. എനിക്ക് അങ്ങനെയുള്ള ഭയമൊന്നുമില്ല. നിങ്ങളിപ്പൊ ചിന്തിക്കേണ്ടത് ലക്ഷ്മിയുടെ നാശത്തെ പറ്റിയ. അവളെ ഒഴിവാക്കണം ഉണ്ണിയേട്ടാ. എന്നിട്ട് കമലേശ്വരത്തെ സ്വത്തുക്കൾ മുഴുവൻ പിടിച്ചടക്കണം. അതിലാണ് നിങ്ങൾ മിടുക്ക് കാണിക്കേണ്ടത്. അല്ലാതെ കണ്ണേട്ടൻ ലക്ഷ്മിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അതിന്റെ പിന്നാലെ നടന്നിട്ട് ഒരു കാര്യമില്ല. അതെങ്ങനെയാ? ആ മാർക്കോയെ കണ്ടാൽ നിങ്ങളുടെ മുട്ടുകാല് വിറക്കില്ലേ? മേഘേട്ടൻ വീണുപോയതാ ഏറ്റവും വലിയ തിരിച്ചടിയായി പോയത്. എന്റെ ഭർത്താവിന് ബുദ്ധിയില്ല, ആരോഗ്യവും ഇല്ല, കുറച്ച് കള്ളറുണ്ട്. അതുകൊണ്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ. വിഷു കഴിയുന്നതോടെ നീ പറയും എനിക്ക് ബുദ്ധിയുണ്ടെന്ന്. ഏത് നേരവും നീ എന്തിനാ എന്നെ ഇങ്ങനെ കളിയാക്കുന്നേ? എനിക്ക് എന്നെ തന്നെ പിടിക്കാതിരിക്ക. എന്റെ തല്ല് ഇറന്ന് വാങ്ങിക്കരുത്. നിനക്ക് ദേഷ്യം വന്നാൽ അതിന്റെ ഇരട്ടി ദേഷ്യം എനിക്ക് വരുവാടാ. പിന്നെ നിന്റെ അച്ഛനെ കൊന്നത് എന്റെ അച്ഛനായിപ്പോയി. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. എല്ലാത്തിനൊരു പരിധിയുണ്ട് കേട്ടോ. കാൽച്ചോട്ടിലെ മണ്ണൊലിച്ച് പൊയ്ക്കൊണ്ടിരിക്കുക. ആ നേരത്താ അവളുടെ ഒടുക്കത്തൊരു ചിരി. ഞാനൊരു സത്യം പറയട്ടെ. ജോലി പോയതോടെ നിങ്ങളുടെ തലയ്ക്ക് സാരമായ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. ജോലി പോയെങ്കിലും എനിക്ക് ശമ്പളമുണ്ട്. അയാള് അങ്ങനൊരു കരുണ എന്നോട് കാണിക്കുന്നുണ്ട്. അങ്ങനൊരു സൗജന്യം എനിക്ക് ചെയ്തു തരുന്നുണ്ട്. എങ്കിലും ലക്ഷ്മിയും മഞ്ജുവും കൂടി സകലതും പിടിച്ചടക്കിക്കൊണ്ടിരിക്കുകയല്ലേ. അതിന്റെ ദേഷ്യം നിങ്ങൾ എന്നോട് കാണിക്കുന്നത്. നീയേ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ പറ്റിയൊരു ഭാര്യയല്ല. അതുകൊണ്ടാ ഞാൻ നിന്നോടൊന്നും പറയാത്തത്. ദയവ് ചെയ്തത് പറയല്ലേ. എനിക്കത് കേൾക്കണ്ട. ഇപ്പൊ നമ്മുടെ സാഹചര്യം പരിങ്ങലിലായതുകൊണ്ട് നിങ്ങളെ സേവിച്ച് നിൽക്കുന്നതിനേക്കാളും നല്ലത് കണ്ണേട്ടിനെ സോപ്പിട്ട് ജീവിക്കുന്നതാ. അതുകൊണ്ട് എന്തെങ്കിലും മെച്ചമെങ്കിലും ഉണ്ടാവും. എന്താ ആലോചിച്ച് നിൽക്കുന്ന? അല്ല, ഞാൻ കണ്ണേട്ടന്റെ വീട്ടിലേക്ക് വന്ന ശേഷം ഞങ്ങളുടെ ആദ്യത്തെ വിഷുവിനെ പറ്റി ആലോചിക്കായിരുന്നു. പിന്നെ കുഞ്ഞിനെ കുറിച്ച് ആലോചിച്ചു. അതിരാവിലെ വിഷുക്കണി കണ്ടോണ്ട് നിൽക്കുമ്പോ കുറേ കുട്ടികൾ മുന്നിലേക്ക് വന്നു. മനഃപൂർവ്വം കരുണയുടെ അച്ഛനും അതുപോലെ തന്നെ കണ്ണേട്ടന്റെ വീട്ടിലുള്ളവരും എല്ലാവരും കൂടെ പ്ലാൻ ചെയ്തൊരു വിഷുക്കണിയായിരുന്നു അത്. കണ്ണേട്ടനെ കല്യാണം കഴിച്ചതോടെ എനിക്ക് കുട്ടികളൊന്നും ഉണ്ടാവില്ലല്ലോ. അതറിഞ്ഞു വെച്ചോണ്ട് എന്റെ മനസ്സിളക്കാൻ വേണ്ടി അവരങ്ങനെ ചെയ്തതാ. അതുകൊണ്ട് ഇപ്പൊ എന്തായി മഹി? ഈ വിഷുവിന് കരുണയുടെ കയ്യിലൊരു കുഞ്ഞുണ്ടാവേണ്ടതല്ലേ? അതിനെ അവളുടെ അച്ഛനും മുത്തശ്ശിയും കൂടെ തന്നെ ഇല്ലാതാക്കി കളഞ്ഞില്ലേ? അതിനുശേഷം സംഭവിച്ചതോ? ഒരിക്കലും അമ്മയാകാൻ കഴിയില്ലെന്ന് കരുതിയ മഹിയുടെ വയറ്റിലൊരു കുഞ്ഞായില്ലേ? അതും കണ്ണേട്ടന്റെ കുഞ്ഞ്. എനിക്ക് പോലും ആ ഭാഗ്യം കിട്ടിയിട്ടില്ല. ഇന്ന് ഈ ലോകത്ത് ഏറ്റവും ഭാഗ്യമുള്ള പെൺകുട്ടി നീയാ മഹി. നിനക്കൊരു കുഞ്ഞ് ജനിക്കുമ്പോ
ആ കുഞ്ഞിന്റെ കൈ പിടിച്ചുകൊണ്ട് വീൽ ചെയറിലല്ല കണ്ണേട്ട സഞ്ചരിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരുപോലെ നിങ്ങളുടെ കുഞ്ഞിന്റെ കൈ പിടിച്ച് നടക്കാൻ പറ്റും. അതൊരു ചെറിയ കാര്യമല്ല. കണ്ണേട്ടനെ മഹി കല്യാണം കഴിച്ചത് എന്തുകൊണ്ടാണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് വെറും സിമ്പതിയുടെ പുറത്ത് സംഭവിച്ചതല്ല. എന്നാ ആ കല്യാണത്തിലൂടെ ദൈവത്തിന് ചില തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. അതാണ് പിന്നീട് സംഭവിച്ചതെല്ലാം ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും. ആ ദേ, നേരം പുലരും മുൻപ് എഴുന്നേൽക്കേണ്ടതാ. കണ്ണേട്ടൻ മഹിയുടെ മുഖം കണി കാണണമെന്ന് പറഞ്ഞിരിക്കുകയല്ലേ. അതുകൊണ്ട് വാ, കിടക്കാം. വാ. ഇനി വിഷുക്കണിയായി നിൽക്കുന്ന ആളിന്റെ മുഖം ഒന്ന് കാണട്ടെ. അടുത്ത് മറ്റു രണ്ടുപേരും കൂടി ഉണ്ട്. ഹാപ്പി വിഷു. ഇത്തവണത്തെ വിഷുക്കണി ഗംഭീരായി. ഞങ്ങൾക്കും അങ്ങനെ തന്നെ ആകണ്ട. രാവിലെ ഞങ്ങളെ എഴുന്നേപ്പിച്ചിട്ട് താലത്തിലെ വിഷുക്കണി കാണിച്ചത് മഹിയ. അതിന്റെ ഐശ്വര്യം ഉണ്ടാവും നിനക്ക് നിന്റെ ഭാര്യയ്ക്കും. ഞാൻ വെറുതെ ഒന്നും പറഞ്ഞതല്ല. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ഉടനെയായിരുന്നു കഴിഞ്ഞ വിഷു. അന്ന് അയാളെ എന്നെ വിഷുക്കണി കാണിച്ചത്. അതിനുശേഷം എന്തൊക്കെ ഉണ്ടായെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ ഞാനിപ്പോ നടക്ക വരെ ചെയ്തില്ലേ. ആ ലേഖടെ കൊടു. ഉണ്ട്. ഞാനിവിടെ ഉണ്ട് കണ്ണേട്ടാ. ആ ഞാൻ പറഞ്ഞു കേട്ടല്ലോ. അതുകൊണ്ട് ചിലപ്പോ അടുത്ത വിഷുവിന് മുമ്പ് നീ വിശേഷം അറിയിച്ചാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ലേഖ. അതിനൊക്കെയുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ജാതകം എന്റെ ഭാര്യയ്ക്ക്. ആ ഒന്ന് കൊടുക്കായേക്ക്. കൂടുതൽ പുകഴ്ത്തണ്ട കേട്ടോ. പുകഴ്ത്തിയതൊന്നും അല്ലല്ലോ. ഞാനൊന്നും ഉണ്ടാക്കി പറഞ്ഞിട്ടൊന്നുമില്ല. സത്യം മാത്രമേ പറഞ്ഞോളൂ. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. അതെ, വിഷുക്കണിയായിട്ട് വന്നിട്ടുണ്ട്. ശരി ശരി. അവിടെ വിഷുക്കണിയായിട്ടെ ആളെത്തിയെന്ന്. അവൻ കാണേണ്ട വിഷുക്കണി കണ്ടല്ലോ. അവിടെ ഉള്ളവരുടെ മുഖം കണ്ടു കഴിഞ്ഞാ അവന്റെ ഈ വർഷം പോക്ക. കണ്ണു തുറക്കും മോനെ. എന്നിട്ട് ദേ നേരെ ഇങ്ങോട്ട് നോക്കിയേ.